ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായാണ്. അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ ഞാനൊരു ഫില്ലിങ് റെഡിയാക്കുന്നുണ്ട്. അതിലേക്ക് 150 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. അപ്പം ഇത്രയും ചേർത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ടേബിൾ സ്പൂണ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റ്, 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇത്ര ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ എണ്ണ മതി. അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നമ്മുടെ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് പൊങ്ങാനായിട്ട് വെച്ചിട്ടുള്ള ഈസ്റ്റും പാലും ചേർത്തിട്ടുള്ള ആ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കണം. അതിന് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇളം ചൂടുവെള്ളമാണ്. ഒരിക്കലും ചൂട് കൂടി പോകാൻ പാടില്ല. ഇളം ചൂടുവെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ എത്രത്തോളം കുഴക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഈ ചപ്പാത്തിയുടെ ആ രൂപത്തിലല്ല, കുറച്ചുകൂടി ഒരു വെള്ളം കൂടിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ചുകൂടി വെള്ളം കൂട്ടിയിട്ട് കുഴച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇനി കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിൽ ഒന്ന് നന്നായിട്ടൊന്ന് തൂകി കൊടുക്കുക. പാത്രത്തിലും ഈ മാവിൻ്റെ മുകളിൽ തൂകി കൊടുത്തതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ സവാള ഇട്ട് കൊടുത്തത്. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തതിന് ശേഷം ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തിട്ടുള്ള പേസ്റ്റാണ് ചേർത്തത്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എരിവിനായിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഇതിൻ്റെ മസാലയൊക്കെ എത്താൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്.
ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇനി ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്നുകൂടി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരേ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബണ്ണ് ചെയ്തെടുക്കുന്ന പോലെ ഏത് ഷേപ്പിലും ചെയ്തെടുക്കാം, ഓവൽ ഷേപ്പിലും ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ബണ്ണിൻ്റെ അതേ രൂപത്തിലാണ്, റൗണ്ട് ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഒന്ന് റൗണ്ട് ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഈ ഒരു തിക്നെസ്സിൽ ആണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടേണ്ടത്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം മുട്ടയുടെ വെള്ളം ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഈ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് ഫ്രൈ ചെയ്യുന്നേരം കിട്ടുക. അതിനുവേണ്ടി എല്ലാ വശത്തും നന്നായിട്ടൊന്ന് ബ്രെഡ് ക്രംസ് എത്തുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഒന്ന് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് വീതം മാത്രമേ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂ. ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഈ ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഫില്ലിങ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റാണ്, ഉള്ളിലൊക്കെ പുറമേ നല്ല ക്രിസ്പിയുമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മയണൈസ് തൂക്കി കൊടുക്കാം. അതേപോലെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഫില്ലിങ് ഇതിലേക്ക് വെക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇതേപോലെ ചെയ്തെടുക്കാം. മയണൈസ് തൂക്കി കൊടുക്കുക, ടൊമാറ്റോ കെച്ചപ്പ് തൂക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫില്ലിങ് വെച്ച് ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.